ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ഒരു വരൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി വിളക്കുമായി തുളസി തറയിൽ അവൾക്ക് വരുന്നത്. അങ്ങനെ രാധിക മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് രാധിക ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് മുത്തശ്ശിയോട് പ്രിയങ്കയെ കാണുമെന്ന് പറയാം, അമ്പലത്തിൽ പൂജിച്ച പ്രസാദമുണ്ട്, അത് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ കണ്ട് പെട്ടെന്ന് മടങ്ങാം. അപ്പോൾ മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ച പ്രിയങ്കയ്ക്ക് ഇത് കൊടുത്തു മടങ്ങാമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രാധിക മുത്തശ്ശിയുടെ പുറകിലായി ഇങ്ങനെ വന്ന് നിൽക്കുന്ന മുത്തശ്ശി തുളസി തറയിൽ വിളക്ക് വെച്ചതിൻ്റെ ശേഷം എണീച്ച് നിന്നിട്ട് ആ വിളക്ക് ഇങ്ങനെ പുറംതിരിഞ്ഞ് നിന്നിട്ട് രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടി ഈ വിളക്ക് പൂജാമുറിയിൽ കൊണ്ട് വെച്ചോളൂ, വാങ്ങിച്ചോളൂ എന്നിങ്ങനെ പറയുമ്പോൾ രാധിക ഇങ്ങനെ മിണ്ടാതെ ആ വിളക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. രാധികയെ മുത്തശ്ശി കണ്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് തുളസി തറയിൽ നിന്നിട്ട്, കണിമംഗലത്തെ മുത്തപ്പന്മാരെ, എൻ്റെ കുഞ്ഞു പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, അത് നിങ്ങൾ അവൾക്ക് തുണയായിരിക്കണേന്ന് ഇങ്ങനെ ഇപ്പം അനുഗ്രഹിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രാധിക വിളക്കുമായി പഠിക്കുക വന്നിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ വിളക്കുമായി നിന്ന് രാധിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. രാധികയും വരണം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും കുടുംബക്കാരൊക്കെ കൂടി നിന്നിങ്ങനെ സന്തോഷത്തോടെ രാധികയെ ആനയിക്കുന്നത്. എന്നിട്ട് രാധിക വിളക്കുമായി കയറുന്ന സമയത്ത് മുത്തശ്ശിയും വരൻ്റെ അമ്മയൊക്കെ കൂടിയിട്ട് അവരെ രണ്ടുപേരും അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ കയറ്റുന്നപ്പോൾ ആകെ ഇങ്ങനെ രാധിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ വിളക്കുമായി നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് രാധിക വിളക്കുമായി കയറുമ്പോൾ അവിടെ പ്രിയങ്കയും വരുണിൻ്റെ അമ്മയും കൽപ്പനയും ഉർവശിയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധികയെ കാണുമ്പോൾ ആകെ അതിശയിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ആ മോളെ കയ്യിലാണ് അമ്മ ഇങ്ങനെ വിളക്ക് കൊടുത്തയച്ചത്, അത് നന്നായുള്ള അമ്മ ചെയ്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാധികയുടെ മോൾ എന്താ ഈ നേരത്ത് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് പ്രസാദം കൊടുക്കാനായിട്ട് വന്നതാണ്, വരുണിൻ്റെയും പ്രിയങ്കയുടെയും പേരിൽ പ്രത്യേക പൂജയുണ്ടായിരുന്നു പറയുമ്പോൾ ഇങ്ങനെ കൽപ്പനയും ഉർവശിയും പറയുന്നുണ്ട്, ആ തലയിൽ മുണ്ടിട്ട പോലത്തെ പ്രത്യേക വല്ല ചടങ്ങും ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നല്ലൊരു കാര്യത്തിന് വന്നപ്പോൾ ഇങ്ങോട്ടേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ വിളിച്ചിട്ട് രാധിക ആ താലിയുടെ കാര്യം, പ്രസാദത്തിൻ്റെ ഇടയിൽ താലിയും ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രാധിക പോകാനായി ഒരുങ്ങുമ്പോൾ വരുന്നുണ്ട് അമ്മ പറയുന്നുണ്ട്, എന്തിനാ ഈ നേരത്ത് പോകണത്, അവിടെ താലിപൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പൊക്കോളാൻ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛൻ അവിടെ അമ്പലത്തിൽ തന്നെ നിൽക്കുക, എന്നെ കാത്ത് നിൽക്കുക, എനിക്ക് വേഗം പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നാൽ ശരി പൊക്കോ, പ്രിയങ്കയെ പോലെ മോളും ഈ വീട്ടിലെ മോള് കുട്ടിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് കല്യാണത്തിന് വന്ന രണ്ട് സ്ത്രീകളിൽ ഒരാൾ പറയും, ഇതായിരുന്നു കുട്ടിയെന്ന് വയ്ക്കുമ്പോൾ കൽപ്പന കളിയാക്കി പറയുന്നുണ്ട്, അവരുടെ അച്ഛന് വഴിവാക്കിന്ന് കിട്ടിയ മകളെ പോലെ വളർത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാധിക പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി വാ നമുക്ക് താലിപൂജ നടത്താമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ രാധിക പുറത്തേക്ക് ചാടുന്ന സമയത്ത് വരൻ്റെ മുമ്പിൽ പെടുന്നുണ്ട്. അങ്ങനെ വരൻ ഇങ്ങനെ പറയും, എത്ര നേരമായി ഒന്ന് ഒറ്റയ്ക്ക് കണ്ടിട്ട് സംസാരിച്ചിട്ട് തന്നെ, ഞാൻ എന്തോരം നേരമായി ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാം, നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ രാധികയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ രാധിക കൈ തട്ടി മാറ്റിട്ട് വീട് കൊടുക്കുന്നത്, താൻ ഇതിനിങ്ങനെ പരിഭ്രമിക്കുന്നു, ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ, എനിക്ക് തോട്ടത്തിൽ ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ കയറി നിന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ രാധിക കൈ ഇങ്ങനെ കുതിർന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രിയങ്ക രാധിക ഓടിയിട്ട് മതിലിന് ചാരി ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വന്ന് നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇതെങ്ങടെ ഈ പെണ്ണ് പോയത്, കൈ കുതിറി മാറ്റിയിട്ട് എവിടെ പോയോ, കാണുന്നില്ലല്ലേ, എവിടെ കൈ ഓടുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വരുണാകെ ടെൻഷൻ ആവുന്നുണ്ട്. രാധികയും വല്ലാത്ത സങ്കടത്തിലാകത്താ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി പൂജിച്ചിട്ട് താലി പൂജയ്ക്കുള്ള ഭസ്മം ഇങ്ങനെ വരുണിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. വരുണിൻ്റെ അമ്മ അത് താലിമേൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രിയങ്ക ആ താലി കഴുത്തിലിട്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, പൊതി തുറന്നിട്ട്. പിന്നെ കാണിക്കുന്നത് രാധിക ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പോകുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാധിക ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, വരുണിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത്, ആത്മനിയന്ത്രണം വിട്ടു പോകുന്ന പോലെ. ഭഗവാനെ, എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും തോന്നാൻ പാടില്ലല്ലോ, ഇനി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരുണിൻ്റെ ചിന്തകൾ മനസ്സിലില്ലാതാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സൊരുക്കി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഐശ്വര്യ കാർ നിർത്തി മുഖം കഴുകുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ നോക്കുമ്പോൾ രാധിക ഓട്ടോറിക്ഷയിൽ പോകുന്നതിന് കാണുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ശ്യാമയല്ല, ശ്യാമ അങ്ങോട്ടേക്ക് പോകുന്നതെന്നിട്ട് ഓട്ടോയെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ രാധിക പോണ ഓട്ടോറിക്ഷ പിന്തുടരുന്നുണ്ട്. കുറച്ച് മുൻഭാഗത്തുമ്പോൾ പറയും, ശ്യാമയുടെ മുഖമുള്ള വേറൊരു പെണ്ണോന്ന് അങ്ങനെ പറയും, എന്തായാലും കണ്ടുപിടിച്ച് മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചെത്തുമ്പോഴത്തേക്കും ആ ഓട്ടോറിക്ഷ മറിഞ്ഞു പോകുന്നുണ്ട് ഐശ്വര്യ മുമ്പിൽ നിന്നിട്ട്. ഐശ്വര്യ ഇപ്പോൾ ചേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐശ്വര്യ അവർ രാധിക പോയ ഓട്ടോറിക്ഷ പോയി കഴിയുമ്പോൾ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി പറയുന്നുണ്ട്, സംശയമില്ലത് ശ്യാമയുടെ മകൾ തന്നെ, വെറുതെ അല്ല ശ്യാമയെ നാട്ടിൽ തങ്ങുന്നതിന് തർക്കമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പ്രിയങ്ക വീടൊക്കെ ഇങ്ങനെ ചുറ്റി കാണുന്നുണ്ട് വരുണിൻ്റെ അവിടേക്ക്. ബിജു ഇങ്ങനെ വരുണിനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. പ്രിയങ്ക തിരിഞ്ഞ് നിൽക്കണ ഭാഗത്തേക്ക്. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നേരത്തെ കൈ തട്ടി കുതറി മാറ്റി ഓടിയുന്നതേ, നിങ്ങൾ സംസാരിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ഞാനിവിടെ കൂട്ടിരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരുണിനെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ കണ്ണിങ്ങനെ തെളിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ബിജു പ്രിയങ്കയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചോ, ഞാനിവിടെ പുറത്ത് കാവൽ നിൽക്കാൻ ആരും വരാതെ നോക്കിക്കൊണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വരുണിനെ അവിടെ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിജു അവരെ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കാൻ വിട്ടിട്ട് ബിജു മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുണിന് പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവരെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറിയ അമ്മയും മുത്തശ്ശിയും സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് വരെ തന്നെ കിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അങ്ങനെ വരുണ് പ്രിയങ്കയുടെ കൈ ഇങ്ങനെ കയ്യിലേക്ക് കൊണ്ട് കൈയെടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇതാക്കുമ്പോൾ വരുണിൻ്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ. വരുൺ ചോദിക്കുന്നത് എന്ത് ഇങ്ങനെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.